അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമകാരുണികനാണ് എന്നും അതുകൊണ്ട് തന്നെ അവൻ മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിക്കുകയും ഉള്ളിലുള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കുവാനുള്ള സംസാരശേഷി, ബയാൻ, അതിനുള്ള കഴിവും ഖുർആനിൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ വ്യാഖ്യാനങ്ങളും മനുഷ്യനെ പഠിപ്പിച്ച ആ വമ്പിച്ച നിഅമത്തിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ 4 ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശ്ശജറു യസ്ജുദാൻ والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجن من مارج من نار فبأي آلاء ربكما تكذبان. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങളാണ്, അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ആയത്തിൽ പറയുന്നത് അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. അശ്ശംസു സൂര്യനും, വൽ ഖമറു ചന്ദ്രനും, ബിഹുസ്ബാനിൻ ഒരു കണക്കനുസരിച്ചാകുന്നു എന്ന് പറഞ്ഞാൽ അവയുടെ സഞ്ചാരം. ഹസബ എന്ന് പറഞ്ഞാൽ ഹസബ യഹ്സുബു ഹിസാബൻ വഹുസ്ബാനൻ. ഹസബ എന്ന് പറഞ്ഞാൽ കണക്കാക്കുക, എണ്ണിക്കണക്കാക്കുക.
അതിനാണ് ഹസബ എന്ന് പറയുന്നത്. ഹുസ്ബാനൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മസ്ദറാണ്, കണക്കാക്കൽ അല്ലെങ്കിൽ കണക്ക്, തോത്. അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാനിൻ, സൂര്യനും ചന്ദ്രനും ഒരു നിർണിതമായ കണക്കനുസരിച്ചാകുന്നു. ഇവിടെ സൂര്യനും ചന്ദ്രനും നിർണിതമായ കണക്കനുസരിച്ചാകുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവയുടെ സഞ്ചാരമാണ്. കൃത്യമായി ജനങ്ങൾക്ക് കാലഗണനയും രാവും പകലും മാറി വരുന്നത്, കാലം, ഋതുക്കൾ, കാലാവസ്ഥകൾ മാറി വരുന്നത്, ചന്ദ്രൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ, അതിലൂടെ മാസം കണക്കാക്കാൻ കഴിയുന്നത്, അതൊക്കെ വളരെ കൃത്യമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നു വരെ ഒരു ന്യൂനതയുമില്ലാതെ ഒരിക്കൽ പോലും സ്റ്റോപ്പായി പോവാതെ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിൽ കാണാം, ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ കുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ മറികടക്കാൻ കഴിയില്ല, രാവിന് പകലിനെയും മറികടക്കാൻ കഴിയില്ല. എല്ലാം ഒരു നിർണിതമായ ഭ്രമണപഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കൃത്യമായ ഒരു കണക്കാണ്. സൂറത്തുൽ അൻആമിലെ 96 പറഞ്ഞു, ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ കൊണ്ടുവരുന്നവനാകുന്നു, പൊട്ടി വരുന്ന പ്രഭാതം. അങ്ങനെ പ്രഭാതത്തെ ഇരുട്ടിൽ നിന്ന് പ്രത്യേകം വേർതിരിച്ചു കൊണ്ടുവരുന്നവനാകുന്നു അല്ലാഹു. വജഅലൽ ലൈല സകനൻ വശംസ വൽ ഖമറ ഹുസ്ബാന, അവന് രാത്രിയെ ശാന്തമാക്കിയിരിക്കുന്നു, സൂര്യനെയും ചന്ദ്രനെയും ഒരു നിർണിത കണക്കനുസരിച്ചാക്കിയിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, എല്ലാം അറിയുന്നവനും പ്രതാപിയുമായ അള്ളാഹുവിൻ്റെ കണക്കാക്കലാണ് എന്ന്. വലിയ ബുദ്ധിമാന്മാരായ മനുഷ്യന്മാർ, വലിയ വലിയ എൻജിനീയർമാർ വർഷങ്ങളോളം പഠിച്ച്, ഒരുപാട് തിയറികൾ പഠിച്ച്, അതിൻ്റെ പ്രാക്ടിക്കൽ പഠിച്ച്, എല്ലാവരും കൂടി കണ്ടുപിടിച്ച് ഉണ്ടാക്കിയ ഒരു വസ്തു, ഉദാഹരണത്തിന് ഒരു കാറ്, അത് നമ്മളങ്ങനെ ഓട്ടിച്ചു പോകുമ്പോൾ വഴിയിൽ നിന്നു പോകുന്നു, മുന്നോട്ട് പോകുന്നില്ല, കേടുവന്നു പോവുകയാണ്. പിന്നെ വർക്ക്ഷോപ്പിൽ കാണിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ്. അതേത് വസ്തു, എല്ലാ ദിവസവും കറണ്ട് ഉണ്ടാകും, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കാണാം കറണ്ടില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഒക്കെ നിന്നു പോവാണ്. ഇത്രയും ബുദ്ധിമാന്മാരായ എൻജിനീയർമാരായ മനുഷ്യന്മാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച വസ്തുക്കൾക്ക് പോലും വ്യക്തമായൊരു ഗ്യാരണ്ടിയില്ല, വ്യക്തമായൊരു വാരണ്ടിയുമില്ല. എന്നാൽ എപ്പോഴെങ്കിലും സൂര്യൻ ഇന്ന് കത്തുന്നില്ല, കെട്ടുപോയി, കരണ്ടില്ല, അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഒരു പകൽ വരാതിരുന്നിട്ടുണ്ടോ? ഒരു രാത്രി വരാതിരുന്നിട്ടുണ്ടോ? അത് വളരെ കൃത്യമായി, അതാണ് ദാലിക തഖ്ദീർ, അതൊരു വല്ലാത്ത കണക്കാക്കലാണ്. ആരുടെ കണക്കാക്കൽ? അൽ അസീസ്, പ്രതാപിയായ അല്ലാഹു. മാത്രമല്ല, ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സൂര്യൻ, അതിൻ്റെ പ്രകാശം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഘനം എത്ര ഭാരമേറിയതാണ്. ഈ ഭാരമേറിയ കാര്യങ്ങളെ ഇങ്ങനെ നിയന്ത്രിക്കുന്ന റബ്ബിൻ്റെ ശക്തി എത്രയാണ്. നമുക്ക് രാവും പകലും നൽകുന്ന, നമ്മൾ കാണുന്ന, ഒരുപക്ഷെ നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ അത്രയും വലുപ്പത്തിലേ കാണുന്നുണ്ടാവും. 13 ലക്ഷം ഭൂമി ഒരു സൂര്യനിൽ കൊള്ളും. 13 ലക്ഷം ഭൂമി, അത്രക്ക് വലിപ്പമുണ്ട്. ഭൂമിയുടെ ഘനം എത്രയാണ്. ഭൂമിയിലെ തന്നെ വലിയൊരു പാറ പൊട്ടിച്ചാൽ അതിനെത്ര ഘനമാണ്. അപ്പോൾ ഭൂമിയുടെ ഭാരം എത്രയാണ്. ആ ഭൂമിയെ എങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നവൻ്റെ ശക്തി എത്രയാണ്. സൂര്യചന്ദ്ര നക്ഷത്ര ലോകങ്ങൾ, അതേപോലെ തന്നെ സൂര്യൻ്റെ പ്രകാശം. ഈ ആയത്തിൻ്റെ തഫ്സീർ പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും, സൂര്യനെക്കുറിച്ച് പറയുന്നിടത്ത് വളരെ മനോഹരമായൊരു വാക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. ലൗ ജഅലല്ലാഹു നൂറ ജമീഇ അബ്സാരിൽ ഇൻസി വൽ ജിന്നി വദ്ദവാബി വത്തൈരി ഫീ ഐനി അബ്ദിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമക്ക് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും കണ്ണുകളുടെ പ്രകാശം ഒരാൾക്ക് നൽകി. മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും കണ്ണുകളുടെ കാഴ്ച ശക്തി ഒരാൾക്ക് നൽകി.
സുമ്മ കശഫ ഹിജാബൻ വാഹിദൻ മിൻ 70 ഹിജാബൻ ദൂന ഷംസ്. എന്നിട്ട് സൂര്യനിലേക്കുള്ള 70 ഹിജാബ് ഉണ്ടെന്ന് വിചാരിക്കുക, 70 മറ. അതിൽ നിന്ന് ഒന്നിനെ മാത്രം മാറ്റിയിട്ട് കാണാനുള്ള അവസരം കൊടുത്താൽ ലമസ്തതാഅ അൻ യൻദുറ ഇലൈഹാ, മനുഷ്യന് സൂര്യൻ്റെ അടുത്ത് പോയി സൂര്യനെ നോക്കാൻ കഴിയില്ല എന്നാണ്. ഇത്രയും ദൂരത്ത് നിന്ന് തന്നെ കത്തിജ്വലിക്കുന്ന സൂര്യനെ കാണുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വനൂറു ഷംസി ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നൂരിൽ കുർസി. സൂര്യൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അൽ കുർസിയുടെ പ്രകാശത്തിൻ്റെ 70 ഒരു ഭാഗം മാത്രമാണ്. വസിയ കുർസിയു സമാവാതി വൽ അർദ് എന്ന് പറയുന്ന അൽ കുർസി. വനൂറുൽ കുർസി ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നൂരിൽ അർഷ്. കുർസിയുടെ പ്രകാശം അർഷിനെ അപേക്ഷിച്ച് അതിൻ്റെ 70 മാത്രമേ ഉള്ളൂ. വനൂറുൽ അർഷി ജുസ്ഉൻ മിൻ 70 ജുസ്അൻ മിൻ നൂരി സിത്ർ. അള്ളാഹുവിനൊരു ഹിജാബുണ്ട്, സിത്റുണ്ട്. ആ സിത്റിൻ്റെ പ്രകാശത്തെ അപേക്ഷിച്ച് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടി തന്നെയാണ്. അർഷിൻ്റെ പ്രകാശം ഈ പറഞ്ഞതിൻ്റെ 70 ഉള്ളൂ. എങ്കിൽ ഫൻദുർ മാദാ അഅതല്ലാഹു അബ്ദഹു മിനൻ നൂരി ഫീ ഐനൈഹി വഖ്തൻ നദരി ഇലാ വജ്ഹി റബ്ബിഹിൽ കരീം ഇയാനാ. എങ്കിൽ സ്വർഗലോകത്ത് വെച്ച് അള്ളാഹുവിനെ നേരിട്ട് കാണാൻ ഒരു സൃഷ്ടിക്ക് കഴിയുമെങ്കിൽ അപ്പോൾ ആ കണ്ണിന് അള്ളാഹു കൊടുക്കുന്ന പവർ തിരയായിരിക്കുന്ന. ഇന്ന് നേർക്ക് നേരെ സൂര്യനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബിൻ്റെ കുർസിയുടെ പ്രകാശം, അർശിൻ്റെ പ്രകാശം, സിത്റിൻ്റെ പ്രകാശം. അതുകൊണ്ടാണ് നൂറുൻ അന്നാ യുറാ എന്ന് പറഞ്ഞത്. അതൊരു പ്രകാശമല്ലേ, എങ്ങനെ കാണാനാണ്? ഭൂമിയിൽ വെച്ച് അത് കാണാൻ കഴിയില്ല, പക്ഷേ പരലോകത്ത് വെച്ച് കാണാൻ പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് അല്ലാഹു നൽകുന്ന പവർ എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള വലിപ്പമുള്ള സൂര്യനും ചന്ദ്രനും ഈ മഹാപ്രപഞ്ചവും ഗാലക്സികളും എല്ലാം നിർണിതമായ കണക്കനുസരിച്ചാണ്. ഓരോന്നും മനുഷ്യന് ഉപകാരപ്പെടുന്നു. അങ്ങകലെ ദൂരെ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യനെ കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണ് ഭൂമിയിലുള്ളത്. ആ ഒരു 12 മണിക്കൂർ അതങ്ങനെ കത്തി ഉദിച്ച് അസ്തമിക്കുന്നത് വരെ വലിയ ഒരു ദൗത്യം നിർവഹിച്ചാണ് സൂര്യൻ അസ്തമിക്കുന്നത്. എന്നാൽ അതൊരു മറ്റൊരു നാട്ടിൽ ഉദിക്കുകയുമാണത്. ഇവിടെയുള്ള സസ്യലതാദികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നത് സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ്. മഴ വർഷിക്കുന്നത് സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ്. നമുക്കിവിടെ ജീവിക്കാൻ പറ്റുന്നത് സൂര്യപ്രകാശമുള്ളത് കൊണ്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ്റെ വരവായി. അങ്ങനെ ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഹുസ്ബാൻ, വ്യക്തമായ കണക്ക് പ്രകാരം സ്ഥാപിച്ചിരിക്കുന്നു. ഏറെ ആലോചിക്കുന്ന മനുഷ്യന്മാർ ആലോചിച്ചിരുന്നു പോകുന്നതാണ്. അത്രക്ക് ഗൗരവമുള്ളതാണ്. വീണ്ടും പറയുന്നു, വന്നജുമു വശജറു യസ്ജുദാൻ. വന്നജുമു, ഇവിടെ അന്നജുമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 അർത്ഥവും 2 തഫ്സീറുമാണ്. ഒന്നാമത്തത് നജുമ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന നക്ഷത്രം. മറ്റൊന്ന് ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ല അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള അർത്ഥമാണ് അന ബിൻ നജ്മി ഫി ഹാദൽ മൗദിഇ മിനൻ നബാത്ത്. ചെടികളാണ് ഉദ്ദേശം. നജ്മ് അറബി ഭാഷയിൽ നജ്മ് എന്ന് പറഞ്ഞാൽ ചെടി എന്നും അർത്ഥമുണ്ട്. ചെറിയ ചെടികൾ അഥവാ വലിയ സാക്കിൽ നിൽക്കാത്ത, തടിയിൽ നിൽക്കുന്നതിനാണ് ഷജർ എന്ന് പറയുന്നത്. മരങ്ങൾ, അതിന് തടി ഉണ്ടാവും. ആ തടിയില്ലാതെ നിലത്ത് നിന്ന് പൊന്തുന്ന ചെറിയ ചെടികൾ, അതിന് തടികളൊന്നും ഉണ്ടാവില്ല. അതിനാണ് നജ്മ് എന്ന് പറയുന്നത്. ഷജർ എന്ന് പറഞ്ഞാൽ വലിയ വൃക്ഷങ്ങളും. അപ്പോൾ സൂര്യനും ചന്ദ്രനും പറഞ്ഞു, എങ്കിൽ പിന്നെ ഭൂമിയിലേതാണ് പിന്നെ പറയുന്നത്. അതുകൊണ്ട് ചെടിയും മരങ്ങളും. മാ നജമ മിനൽ അർദ്, നജമ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്നതിന് നജമ എന്ന് പറയും. മിമ്മ യംബസിതു അലൈഹ വലം യകുൻ അലാ സാഖിൻ മിസ്ലൽ ബഖ്ലി വനഹ്വിഹി, പുല്ലുകളും അതേപോലെയുള്ള ചെറിയ ചെടികൾ പോലെയുള്ളത്, അതിനാണ് നജ്മ് എന്ന് പറയുന്നത്. എന്നാൽ അഷ്ജറു കുല്ലു ഷൈഇൻ ഖാമ അലാ സാഖിൻ, കുല്ലു ഷൈഇൻ ഖാമ അലാ സാഖിൻ, ഒരു സാഖിൽ, ഒരു തടിയിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ, വൃക്ഷങ്ങൾ, അതിനാണ് അഷ്ജർ എന്ന് പറയുന്നത്.
എന്നാൽ അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ കാണാം, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നക്ഷത്രങ്ങളാവാം, അല്ലെങ്കിൽ ചെടികളാകാം, അവിടെയും ചെടിയെന്ന് ഉദ്ദേശമാവാം. അപ്പോൾ ചെടികളും വൃക്ഷങ്ങളും അല്ലെങ്കിൽ നക്ഷത്രങ്ങളും വൃക്ഷങ്ങളും യസ്ജുദാനി, അത് രണ്ടും സുജൂദ് ചെയ്യുന്നു എന്നാണ്. സജദ യസ്ജുദു സജ്ദതൻ വസുജൂദ. അള്ളാഹുവിന് കീഴൊതുങ്ങുക. സജദ എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം ഖവ എന്നാണ്, കീഴൊതുങ്ങുക. സുജൂദ് എന്ന് പറഞ്ഞാൽ ഖുദൂ, അതിൻ്റെ അങ്ങേയറ്റമാണത്. അങ്ങേയറ്റം അള്ളാഹുവിൻ്റെ മുന്നിൽ താഴുന്ന അവസ്ഥക്കാണ് ഖുദൂ എന്ന് പറയുന്നത്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ നമ്മുടെ കൈകളും കാലുകളും നെറ്റിയും മൂക്കുമെല്ലാം നിലത്തി തട്ടിക്കുന്ന രൂപത്തിലാണ്. എന്നാൽ ഖുദൂഇന് എപ്പോഴും അത് തന്നെ വേണമെന്നില്ല. ഒരാൾക്ക് നിന്നുകൊണ്ട് സുജൂദ് ചെയ്യാം ഭാഷാപരമായി, ഒരാൾക്ക് കിടന്നുകൊണ്ട് സുജൂദ് ചെയ്യാം, ഒരാൾക്ക് നടന്നുകൊണ്ട് സുജൂദ് ചെയ്യാം. എങ്ങനെ? അയാളുടെ മനസ്സിൻ്റെ ഖുദൂ ആണത്, മനസ്സിൻ്റെ ഖുദൂ ആണ്. കീഴൊതുങ്ങുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അള്ളാഹു നിശ്ചയിച്ച നിയമമനുസരിച്ച് നിലകൊള്ളുന്നത് പോലും എന്താണ്? സുജൂദാണ്. അള്ളാഹു എന്നോടും നിങ്ങളോടും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിച്ച് ജീവിക്കൽ എന്താണ്? സുജൂദാണ്. അതിൻ്റെ പ്രകടമായ മറ്റൊരു ഭാഗം മാത്രമാണ് നമസ്കാരത്തിലെ സുജൂദ്. അല്ലാതെ ആ ഒരു പ്രക്രിയക്ക് മാത്രമാണ് സുജൂദ് എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറയാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാവുന്ന രൂപമല്ല അത്, നമുക്ക് മനസ്സിലാവാത്ത രൂപമാണത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ മനസ്സിലാക്കി തരാൻ കഴിയും. ഇപ്പോൾ സൂര്യൻ്റെ സുജൂദ്, ചന്ദ്രൻ്റെ സുജൂദ്, ഇതിനെക്കുറിച്ചൊക്കെ ഖുർആനിലുണ്ട്, ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. എന്നാൽ ചില അറിവില്ലാത്ത ആളുകൾ ഹദീസിൽ വന്ന സൂര്യൻ്റെ സുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂര്യൻ എല്ലാ ദിവസവും റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നു. എന്നിട്ട് റബ്ബിനോട് അനുവാദം ചോദിക്കുന്നു ഉദിക്കാൻ വേണ്ടി. അപ്പോൾ അള്ളാഹു അനുവാദം നൽകുന്നു. അപ്പോഴാണത് കിഴക്ക് വീണ്ടും ഉദിക്കുന്നത്. എന്നാൽ ഒരു നാൾ വരും, അന്ന് അള്ളാഹു കിഴക്ക് ഉദിക്കാൻ അനുവാദം കൊടുക്കൂല. അപ്പോൾ അന്ന് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതാണ്. അതിന് പെർമിഷൻ, കിഴക്ക് നിന്ന് ഉദിക്കാൻ പെർമിഷൻ കിട്ടൂല. അപ്പോൾ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. അപ്പോൾ സൂര്യനടക്കം വശംസു തജ്രീലി മുസ്തഖറില്ലഹ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ്. സൂര്യൻ അതിൻ്റെ ഒരു മുസ്തഖറിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നല്ല. അതുകൊണ്ട് ഡെയിലി പെർമിഷൻ ചോദിക്കുകയാണ്, എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് സൂര്യനും അറിയില്ല. അതുകൊണ്ട് സൂര്യൻ എന്നും ചോദിക്കും, കിഴക്കാണോ പടിഞ്ഞാറാണോ? പടിഞ്ഞാറാണ് എന്ന അനുവാദം കിട്ടുമ്പോൾ അന്ന് പടിഞ്ഞാറുദിക്കും. സൂര്യൻ സുജൂദ് ചെയ്യുകയോ? എവിടെ സുജൂദ് ചെയ്യുന്നു? നമ്മളാരും കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ബുഖാരിയിലെ ഈ ഹദീസിനെ ഞാൻ തള്ളുന്നു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഇത്രയും വിവരം കെട്ടുപോകാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളുടെ, ചെടികളുടെ, നക്ഷത്രങ്ങളുടെ, സൂര്യചന്ദ്ര നക്ഷത്രാദി ലോകങ്ങളുടെ ഖുദൂ സുജൂദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലെങ്കിലും റഹ്മാനായ റബ്ബ് പറഞ്ഞു തരുന്നു, ഈ വ്യവസ്ഥാപിതമായ നിലനിൽപ്പ് തന്നെ ഏറ്റവും വലിയ സുജൂദാണ്. ഒരു സെക്കൻഡ് സൂര്യൻ ഉദിക്കുമെന്ന് നമുക്ക് ഇന്ന് ഒരു 1000 വർഷങ്ങൾക്ക് ശേഷമുള്ള സൂര്യോദയത്തിൻ്റെ ടൈം പറയാൻ പറ്റും, ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ. അത്രയ്ക്ക് കൃത്യമാണ് ആ ഉദയം. ഒരു ട്രെയിൻ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ വന്നെങ്കിൽ വന്ന്, അത്രയേ ഉള്ളൂ. ഫ്ലൈറ്റ് ഇത്ര മിനിറ്റിന് ടേക്ക് ഓഫ്, പൊന്തിയെങ്കിൽ പൊന്തി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും വലിയ സുജൂദ്. വന്നജുമു വശജറു യസ്ജുദാൻ. അതേപോലെ തന്നെ ഇവയുടെ എല്ലാം നേലുകളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നതും അറിയപ്പെട്ട കാര്യമാണ്. വീണ്ടും 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. വസ്സമാഅ,
ആകാശത്തെ, ഉപരിലോകത്തെ, റഫഅഹ അതിനെ അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. വവദഅൽ മീസാൻ, മീസാൻ അഥവാ അതിൽ നീതിയെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. തുലാസിനെ സ്ഥാപിച്ചിരിക്കുന്നു. റഫഅ യർഫഉ റഫഅൻ, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തുക, വദഅ എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക, വെക്കുക. വദഅ യദഉ വദഅൻ, വദഅ യദഉ വദഅൻ. വസ്സമാഅ റഫഅഹ അല്ലാഹു ഉപരിലോകത്തെ, ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു. വവദഅൽ മീസാൻ, ഇവിടെ അൽ മീസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൻ മുജാഹിദിൻ ഫി ഖൗലിഹി വവദഅൽ മീസാൻ ഖാല അൽ അദ്ല, നീതിയെ സ്ഥാപിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥാപിതത്വം മുതൽ മനുഷ്യർക്കിടയിൽ പാലിക്കേണ്ട നീതിയുടെ മര്യാദകൾ വരെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നിർണിതമായ കണക്കനുസരിച്ച് സഞ്ചരിക്കണം. ഓരോ ആറ്റങ്ങളും അവക്ക് നിശ്ചയിച്ച പദാർത്ഥത്തിൻ്റെ സ്വഭാവം കാണിക്കണം. ഉപ്പിന് ഉപ്പ് രസം തന്നെ, മധുരത്തിന് മധുരം തന്നെ, കയ്പിന് കയ്പ് തന്നെ. അതങ്ങനെ തന്നെയാണ് അതിൻ്റെ വ്യവസ്ഥാപിതത്വം. ഒരു വ്യത്യാസവും കാണാൻ കഴിയില്ല. തെങ്ങിൽ നിന്ന് തേങ്ങ മാത്രം, മാവിൽ തേങ്ങ ഉണ്ടാവില്ല. കൃത്യമാണ്. അതാണൊരു വ്യവസ്ഥാപിതത്വം. അതിൽ മനുഷ്യരോടും പറയുന്നു, ഈ നീതി നിങ്ങൾക്കിടയിലും ഉണ്ടാകണം. അങ്ങനെ നീതിയെ സ്ഥാപിക്കുകയും അതിന് വ്യവസ്ഥകൾ നിശ്ചയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വസ്സമാഅ റഫഅഹ, ഉപരിലോകത്തെ അല്ലാഹു, ആകാശത്തെ അല്ലാഹു ഉയർത്തി എന്ന് പറയുന്നു. എന്താണ് ഈ ആകാശത്തെ ഉയർത്തി എന്ന് പ്രത്യേകം പറഞ്ഞത്? അത് പറയാനുള്ള കാരണം ആകാശവും ഭൂമിയുമെല്ലാം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അവലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർദ കാനതാ റത്ഖൻ. ശ്രദ്ധിക്കുക, സത്യനിഷേധികൾ കണ്ടില്ലേ, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്ന് ഒന്നായിരുന്നു, ഒറ്റ ഏകപിണ്ഡമായിരുന്നു. ബിഗ് ബാങ്ങിന് മുമ്പ് ഇന്ന് സയൻസ് അത് അംഗീകരിക്കുന്നു. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനമെന്ന്. മഹാവിസ്ഫോടനം, ഒരു വലിയ സ്ഫോടനമുണ്ടായി. ഭൂമിയും ചന്ദ്രനും നക്ഷത്ര ലോകങ്ങളും വേർപെട്ടു എന്നാണ്. ഗാലക്സികൾ തമ്മിലുള്ള അകലം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഗാലക്സികൾ അകന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഗാലക്സികളും തമ്മിൽ അകന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാനിത് സംസാരിക്കാൻ തുടങ്ങിയ സമയത്തുള്ള പ്രപഞ്ചമല്ല ഈ സംസാരം തീരുമ്പോഴേക്കുള്ള പ്രപഞ്ചം. ശ്രദ്ധിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ആകാശലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഞാൻ അതിനെ വിശാലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അതങ്ങനെ വന്നു. ഞാൻ ആകാശലോകത്തെ വിശാലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്. വഇന്നാ ലമൂസിഊൻ. അപ്പോൾ ഗാലക്സികൾ തമ്മിൽ ഇങ്ങനെ നിരന്തരമായ അകൽച്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ശാസ്ത്രജ്ഞന്മാർ ഒരു നിഗമനത്തിലെത്തി. ഇന്നത്തെ പ്രപഞ്ചം ഇത്രയാണെങ്കിൽ ഇന്നലെ ഉള്ളത് ഇത്രയായിരിക്കും, മെനിയാന്നുള്ളത് ഇത്രയായിരിക്കും. കാലത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ അപ്പോൾ അത് ഒരു ഏകമായിരിക്കും. ഖുർആൻ അത് വളരെ കൃത്യമായി പറഞ്ഞു. കാനത റത്ഖൻ, എല്ലാം ഒന്നായിരുന്നു. ഫഫതഖ്നാഹുമാ, പിന്നീട് നാം അതിനെ വിഘടിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ്, വേർപെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഭൂമിയോട് പറഞ്ഞു താഴെ. അതുകൊണ്ടാണ് അദ്ദുനിയ എന്ന് പറയുന്നത്. ധന എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുക എന്നാണ്. ധന യദ്നു ദുനുവൻ എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുക. ദുനിയ അദ്ദുനിയ എന്ന് പറഞ്ഞാൽ താഴ്ന്നു നിൽക്കുന്നത്. ആകാശത്തോട് പറഞ്ഞു മേലോട്ട് പോവാൻ. ഇതാണ് വസ്സമാഅ റഫഅഹ. തൂണുകളില്ലാതെ അതിനെ ഉയർത്തി എന്നാണ് പറഞ്ഞത്. ഒരു തൂണുകൊണ്ട് സ്ഥാപിച്ചതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. വസ്സമാഅ റഫഅഹ. അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബ് പറയാണ് വവദഅൽ മീസാൻ. മനുഷ്യനോട് പറയാണ് അല്ലാഹു അദിൽ സ്ഥാപിച്ചിട്ടുണ്ട്, നീതിയെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? ആ നീതി മുറപ്രകാരം നിലകൊള്ളണം. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. എന്തിനാണ് ഈ മീസാൻ, ഈ തുലാസ്, ഈ അദിൽ, നീതി സ്ഥാപിച്ചത്? അല്ലാ തത്ഗൗ,
നിങ്ങൾ അതിരുവിടാതിരിക്കാൻ, ക്രമം തെറ്റാതിരിക്കാൻ, അക്രമവും അനീതിയും കാട്ടാതിരിക്കാൻ. എവിടെ? ഫിൽ മീസാൻ, തൂക്കത്തിൽ, നീതിയിൽ നിങ്ങൾ അതിക്രമം കാണിക്കാതിരിക്കാൻ. ത്വഗാ യത്വഗാ തുഗ്യാനൻ വതുഗ്വാന. ത്വഗാ യത്വഗാ എന്നൊക്കെ പറഞ്ഞാൽ അതിരുവിടുക, തെറ്റിച്ച് കളയുക. തുഗ്യാനൻ വതുഗ്വാന. അല്ല തത്വഗൗ, നിങ്ങൾ അതിരുവിടാതിരിക്കാൻ, നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ. ഫിൽ മീസാൻ, മീസാനിൽ, തുലാസ് അഥവാ പ്രപഞ്ചത്തിന് അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥക്കനുസരിച്ച് നിലകൊള്ളണം എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ ഇസ്ലാഹ് അള്ളാഹു ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. അതതിൻ്റെ സന്തുലിതാവസ്ഥയെ തെറ്റിക്കലാണ്. ആ സന്തുലിതാവസ്ഥയെ തെറ്റിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? അത് ഫാക്ടറി തുറക്കലോ കാറിൽ നിന്ന് പോകുന്ന പുകയോ ഒന്നുമല്ല. അതൊരു സെക്കൻഡറിയാണ്. ആദ്യം പറഞ്ഞത് അശ്ശിർക്ക് എന്നാണ് പറഞ്ഞത്. കാരണം ഭൂമിക്കൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ തെറ്റുന്നത് ശിർക്ക് ചെയ്യുമ്പോഴാണ്. എന്താണ്? നിൽക്കാതെ മഴ പെയ്തു, അടുപ്പിൽ നിന്ന് വരെ ഉറവ് വന്നു. സൂറത്തുൽ ഖമറിൽ നമ്മൾ പഠിച്ചു. അതാ വ്യവസ്ഥ തെറ്റാണ്. തെറ്റിക്കുന്നത് ആര് തന്നെ? അതിൻ്റെ സ്രഷ്ടാവ് തന്നെ. എന്തേ കാരണം? എന്തേ ഇത്രയും മഴ ഉണ്ടായത്? കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായത് AC, ഫ്രിഡ്ജ് ഇതൊക്കെ വർദ്ധിച്ചിട്ടല്ല, അന്ന് ശിർക്ക് ചെയ്തപ്പോഴാണ്. ശിർക്ക് ചെയ്തപ്പോഴാണ്. ഒരുപാട് സമൂഹങ്ങളെ ഭൂകമ്പങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് ഭൂകമ്പമുണ്ടായി? ശിർക്കായിരുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ ഖുൽ സീറൂ ഫിൽ അർദി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രിക്കീൻ. നോക്കൂ, കരയിലും കടലിലും കുഴപ്പം വന്നിരിക്കുന്നു. മനുഷ്യരുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ അതവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, അവരെ ആസ്വദിപ്പിക്കാൻ അള്ളാഹു അവർക്ക് ശിക്ഷകൾ നൽകുന്നു. അതിനാൽ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, തലമുറകൾ എങ്ങനെ നശിച്ചു എന്ന് പരിശോധിക്കൂ. കാന അക്സറുഹും മുശ്രിക്കീൻ, അവരിൽ മഹാഭൂരിപക്ഷവും ശിർക്ക് ചെയ്തവരായിരുന്നു. അതാണ് വിഷയം. അപ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ മീസാനിൽ അള്ളാഹു ഒരു അതിര് നിശ്ചയിച്ചിട്ടുണ്ട്. ഷിർക്കിലൂടെ, കുഫറിലൂടെ, പിന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മറ്റു പ്രവർത്തനങ്ങളിലൂടെ ഈ മീസാനിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ തുലാസിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്. അല്ല തത്ഗൗ ഫിൽ മീസാൻ. അതോടൊപ്പം ആ മീസാൻ അതിൻ്റെ ഭാഗമാണ് തുലാസ് എന്ന് പറയുന്ന കച്ചവടക്കാർ അളന്ന് തൂക്കി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. മീസാനും അതിൻ്റെ മിക്കിയാലുമൊക്കെ. ചിലത് വസനാണ്, ചിലത് കയ്യിലാണ്, ചിലത് തൂക്കും, ചിലത് അളക്കും. അതാണ് വസന്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 9-ാമത്തെ ആയത്തിൽ പ്രത്യേകം പറഞ്ഞു വഅഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. വഅഖീമു, നിങ്ങൾ നിലനിർത്തൂ. അഖാമ യുഖീമു ഇഖാമത്തൻ, നേരെ ചൊവ്വയാക്കൂ എന്നാണ്. വഅഖീമുൽ വസ്ന, നിങ്ങളുടെ തുലാസിനെ നിങ്ങൾ നേരെയാക്കണം. ബിൽ ഖിസ്തി, നീതിമുറപ്രകാരം ശരിയാക്കണം. മീസാന്, ഓരോ മീസാനിന് ഒരു ലിസാനുണ്ട്. അപ്പോൾ എന്തിനാണ് അതിനെ നേരെയാക്കണം എന്ന് പറഞ്ഞത്? ചില ആളുകൾ അതിനെ കുറച്ചുകൂടി ഇങ്ങോട്ടാക്കി വെക്കും. എന്തിനാണ്? 1 കിലോ ആവുന്നതിന് മുമ്പ് 800 ആകുമ്പോഴേക്കും 1 കിലോ കാണിക്കണം. അത് പല തട്ടിപ്പുകളുണ്ട്. ആ രൂപത്തിലില്ലാതെ നിങ്ങൾ അതിനൊരു ഇഖാമത്ത്, നേരെ ചൊവ്വ മീസാനിനെ സ്ഥാപിക്കണം. അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ. അഖ്സറ യുഖ്സിറു ഇഖ്സാറൻ. അഖ്സറ എന്ന് പറഞ്ഞാൽ ഖുസ്റാന് വരുത്തൽ, കുറവ് വരുത്തൽ, കമ്മി വരുത്തൽ. അതിനാണ് അഖ്സറ എന്ന് പറയുന്നത്. യുഖ്സിറു ഇഖ്സാറൻ. വലാ തുഖ്സിറു അൽ മീസാൻ, നിങ്ങൾ തുലാസിൽ തൂക്കിക്കൊടുക്കുന്നതിൽ കമ്മി വരുത്തരുത്. അത് ഏത് കാലഘട്ടത്തിൽ അളന്നു കൊടുക്കാനും തൂക്കി കൊടുക്കാനും എന്ത് സംവിധാനമാണോ ഉള്ളത്, അതിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അക്രമമോ അനീതിയോ കാണിക്കരുത്. കൃത്യമായി തൂക്കിക്കൊടുക്കണം, കൃത്യമായി അളന്നു കൊടുക്കണം. ജനങ്ങൾക്ക് നൽകുന്നത് നല്ലതായിരിക്കണം. കളവ്, വഞ്ചന, ചതി ഒന്നും അതിൽ ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്.
മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാറുണ്ട്, ഇബ്നു ജരീർ അത്ത്-തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതുപോലെ, ഇഅ്ദിൽ യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ നിങ്ങൾ നീതി പാലിക്കണം, നീതി പാലിക്കണം. കമാ തുഹിബ്ബു അൻ യുഅ്ദല അലൈക്, കാരണം നിങ്ങളോടൊരാൾ അനീതി കാണിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. മനുഷ്യൻ അങ്ങനെയാണ്, നമ്മോടൊരാൾ അനീതി കാണിച്ചാൽ നമ്മൾ വലിയ വർത്തമാനം പറയും, അവരെ പറയും, ചീത്ത പറയും, ഷൗട്ട് ചെയ്യും, അടിയുണ്ടാക്കും, പല പ്രശ്നങ്ങളും. എന്താണ്, അവൻ എന്നോട് അങ്ങനെ ചെയ്തു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ തൂക്കത്തിൽ കമ്മി വരുത്തി, അവൻ ഒറിജിനൽ എന്ന് പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് തന്നു, ഫ്രഷ് എന്ന് പറഞ്ഞ് പഴയത് തന്നു. നമ്മളത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നീ തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതേപോലെ നീതി പാലിച്ചുകൊണ്ടായിരിക്കണം നൽകേണ്ടത്. അതേപോലെ തന്നെ വഔഫി കമാ തുഹിബ്ബു അൻ യുവഫ്ഫ ലക്, ജനങ്ങൾക്ക് വല്ലതും അളന്ന് കൊടുക്കുമ്പോൾ പൂർണ്ണമായും അളന്ന് തൂക്കി കൊടുക്കണം. കാരണം നിനക്കാരെങ്കിലും അളന്ന് തരുമ്പോൾ അതിൽ കമ്മി വരുന്നുണ്ടോ എന്നുള്ളത് നീ കാര്യമാക്കാറുണ്ട്. നിനക്കത് ഗൗരവപ്പെട്ടതാണെങ്കിൽ തിരിച്ച് നീ ചെയ്യുമ്പോഴും നിൻ്റെ കസ്റ്റമറിനോട്, നിന്നോട് വാങ്ങാൻ വരുന്ന ആളോട് നീ നീതി പാലിക്കണം. ഫഇന്ന ബിൽ അദ്ലി സ്വലാഹന്നാസ്, നീതി സ്ഥാപിക്കപ്പെടുന്നിടത്താണ് മനുഷ്യരുടെ എല്ലാ നന്മയും നിലകൊള്ളുന്നത്. സമൂഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നടക്കുന്ന ഒരു അനീതി മൊത്തം സമൂഹത്തെ ബാധിക്കും. ഒരു കച്ചവടക്കാരൻ ചെയ്യുന്ന അനീതി മുഴുവൻ കച്ചവടക്കാരെയും ബാധിക്കും, ആ നാടിനെ ബാധിക്കും, ഒരു സിസ്റ്റത്തെ ബാധിക്കും. അത് പിന്നീട് ഒരു ആമായ പരീക്ഷണം തന്നെ ആയി മാറും. അതുകൊണ്ട് തന്നെ കച്ചവടക്കാരായ ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ, അവരൊക്കെ ഈ വിഷയം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഭരണാധികാരികളും അങ്ങനെ തന്നെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, യാ മഅ്ശറൽ മവാലി, ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരികളെ, ഇന്നക്കും ഖദ് വുല്ലീതും അംറൈൻ ബിഹിമാ ഹലക മൻ കാന ഖബ്ലക്കും, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. പൂർവികർ നശിച്ചത് ഈ രണ്ട് വിഷയത്തിൽ വീഴ്ച വരുത്തിയപ്പോഴാണ്. ഹാദൽ മിക്കിയാലു വൽ മീസാൻ, ഇതാണ് മിക്കിയാലും മീസാനും. മിക്കിയാൽ എന്ന് പറഞ്ഞാൽ അളന്നു കൊടുക്കുന്നത്, മീസാൻ എന്ന് പറഞ്ഞാൽ തൂക്കി കൊടുക്കുന്നത്. ഇതിൽ കമ്മി വരുത്തിയതിൻ്റെ പേരിലാണ് പൂർവ്വകാല തലമുറകൾ നശിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ഒരു ജനതയിലേക്ക് തൗഹീദും പിന്നെ കച്ചവടത്തിലെ മര്യാദയും പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. ആ ജനതയോട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും അതിൽ കുറവ് വരുത്തരുത്. വലാ തബ്ഖസുന്നാസ അഷ്യാഅഹും വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ എന്നാണ്. നിങ്ങൾ ജനങ്ങൾക്ക് അളന്നു കൊടുക്കുമ്പോൾ കമ്മി വരുത്തല്ലേ, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ഭൂമിയിലെ ഏറ്റവും വലിയ ഫസാദ് കച്ചവടത്തിലെ ഫസാദാണ്. കച്ചവടം തെറ്റിയാൽ ഭൂമി ഫസാദാവും, ഓരോ മനുഷ്യൻ്റെ ജീവിതവും ഫസാദാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച നിഅമത്താണ് ഈ സന്തുലിതാവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ അതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. റഹ്മാനായ റബ്ബ് ചെയ്ത നിയമത്തുകളാണല്ലോ പറയുന്നത്. അതാണ് വദഅൽ മീസാൻ, തുലാസ് സ്ഥാപിച്ചത് റബ്ബിൻ്റെ നിഅമത്താണ്. അല്ലാ തത്ഗൗ ഫിൽ മീസാൻ, നിങ്ങൾ അതിൽ അതിരുവിടരുത്, കുഴപ്പമുണ്ടാക്കരുത്. വ അഖീമുൽ വസ്ന ബിൽ ഖിസ്തി വലാ തുഖ്സിറുൽ മീസാൻ, നിങ്ങൾ നീതിമുറപ്രകാരം തുലാസിനെ നേരെയാക്കുക, സ്ഥാപിക്കുക, ഒരിക്കലും മീസാനിൽ നിങ്ങൾ കുറവ് വരുത്തരുത്. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, സൂറത്ത് ഷുറയിൽ കാണാം. നല്ല അളവ്, അത് ഡിജിറ്റൽ സംവിധാനത്തിൽ അളക്കുന്നതാണെങ്കിലും ശരി, മറ്റ് സംവിധാനത്തിൽ അളക്കുന്നതാണെങ്കിലും ശരി, അതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ പരിശോധിക്കണതാണ്, കൃത്യമായിരിക്കണം. നമ്മളിൽ നിന്ന് വല്ലതും അങ്ങോട്ട് പോയാലും ഒരാളുടേതും ഇങ്ങോട്ടാവാൻ പാടില്ല. വൈലുല്ലിൽ മുത്തഫിഫീൻ, ഒരധ്യായം തന്നെ. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. സൂറത്തുൽ മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾക്ക് നാശം. ഇങ്ങോട്ട് അളന്നു വാങ്ങുമ്പോൾ പൂർണ്ണമായും അവർ അളന്നു വാങ്ങും, അങ്ങോട്ട് കൊടുക്കുമ്പോഴോ അവർ കമ്മി വരുത്തുകയും ചെയ്യും.
റഹ്മാനായ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ വമ്പിച്ച ദിവസത്തെ അവർ ഭയപ്പെടുന്നില്ലേ? അള്ളാഹു ചോദിക്കണം. എന്ന് പറഞ്ഞാൽ പരലോകത്ത് വമ്പിച്ച ശിക്ഷയ്ക്ക് കാരണമായി തീരുന്ന മേഖലയാണ് കച്ചവടത്തിൻ്റെ മേഖല, അതിൽ സൂക്ഷ്മത അല്ലെങ്കിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ അർദ വദഅഹാ ലിൽ അനാം. വൽ അർദ, ഭൂമിയെ, ആകാശലോകത്തെക്കുറിച്ച് പറഞ്ഞു. വൽ അർദ, ഭൂമിയെ, വദഅഹാ, നാം അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. വദഅ യദഉ വദഅൻ ലിൽ അനാം, അനാമുകൾക്ക് വേണ്ടി. ആരാണ് ഈ അനാം? ജമീഉ മാ അലൽ അർദി മിനൽ ഖൽഖ് വഖദ് യശ്മലുൽ ജിൻ. ഭൂമിക്ക് മേലെ സഞ്ചരിക്കുന്ന റൂഹുള്ള എല്ലാ ജീവികളും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കുല്ലു ഷൈഇൻ ഫീഹി റൂഹു, ആത്മാവുള്ള എല്ലാം. അപ്പോൾ എല്ലാ മനുഷ്യരും എല്ലാ ജിന്നുകളും ജീവനുള്ള ജീവജാലങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അതാണ് അൽ അനാം. അപ്പോൾ മനുഷ്യൻ, ജിന്നുകളുടെയും വാസസ്ഥലം എവിടെയാണ്? ഭൂമിയാണ്. മറ്റു ജീവജാലങ്ങൾ, ഈ ജീവജാലങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നു. വൽ അർദ വദഅഹാ ലിൽ അനാം ഫീഹാ, അതിലുണ്ട് ഫാകിഹത്തുൻ, ഫ്രൂട്ട്സ്. ഫാകിഹത്ത് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ്, നല്ല മധുരമുള്ള വസ്തുക്കൾക്കാണ് ഫാകിഹത്ത് എന്ന് പറയുന്നത്. ഫീഹാ ഫാകിഹത്തുൻ, അതിൽ ഫ്രൂട്ട്സ് ഉണ്ട്, പഴവർഗ്ഗങ്ങളുണ്ട്. വന്നഖ്ലു, ഈത്തപ്പനയുമുണ്ട്. നഖ്ൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന. ദാത്തുൽ അക്മാം, അക്മാം എന്ന് പറഞ്ഞാൽ കിം അല്ലെങ്കിൽ കും, ഇതിൻ്റെ ബഹുവചനമാണ് അക്മാം. കൂമ്പോള എന്നാണ് അർത്ഥം. കാരണം കൂമ്പോള പൊട്ടി അതിൽ നിന്നാണ് ഈത്തപ്പഴം അതിൻ്റെ ആദ്യ പ്രഥമഘട്ടം പുറത്തു വരുന്നത്. ആ കൂമ്പോളകളുള്ള ഈത്തപ്പനയും. അപ്പോൾ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വന്നഖ്ലു ദാത്തുൽ അക്മാം, ഫാക്കിഹ എന്ന് പറഞ്ഞ ഫ്രൂട്ട്സ് മൊത്തം പറഞ്ഞു, പക്ഷേ ഈത്തപ്പനയെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അഫ്റദഹു ബിദ്ദിക്രി ലിശറഫിഹി വനഫഇഹി. ഇവിടെ നഖ്ലിനെ വേറെ തന്നെ പറഞ്ഞത്, അതിൻ്റെ പേര് പ്രത്യേകം പറഞ്ഞത് മറ്റു പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള അതിൻ്റെ ഷറഫിനെ കാണിക്കാനാണ്. ശ്രദ്ധിക്കുക. മറ്റു പഴവർഗ്ഗങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നഖ്ല് പ്രത്യേകം പറഞ്ഞു, അത് അതിൻ്റെ ഷറഫ് കൊണ്ടാണ്. വനഫഇഹി, അതിൻ്റെ വ്യാപകമായ ഉപകാരവും. ഈത്തപ്പഴം വമ്പിച്ച ഉപകാരമാണ് മനുഷ്യ ശരീരത്തിന്. റത്തുബൻ വയാബിസ, അത് പഴുത്താലും ഉണങ്ങിയാലും ഒരേപോലെയാണ്, അതിന് നഫ്ഉ വർദ്ധിക്കുന്നേ ഉള്ളൂ. ഇബ്നു അബി ഹാത്തിം അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തിയത് കാണാം. റോമിലെ ചക്രവർത്തി അക്കാലഘട്ടത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതാണ്. ആ കത്തിലുള്ളത്, ഞങ്ങളുടെ ചില ദൂതന്മാർ നിങ്ങളുടെ നാട്ടിൽ വന്നപ്പോൾ ഒരു മരത്തെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ തുടക്കമൊക്കെ അത്ര ഒരു ഭംഗിയുള്ളതല്ലെങ്കിലും പിന്നീട് അത് കാണാൻ നല്ല ഭംഗിയുള്ളതായി വരുന്നു. പിന്നീട് മുത്തും പവിഴവും മരതകവും പോലെ വ്യത്യസ്ത കളറിൽ അതങ്ങനെ വരുന്നു. നമുക്ക് കാണാൻ സാധിക്കും. പച്ച മരതകത്തിൻ്റെ കളറ് വരും, പിന്നെ മെല്ലെ പഴുക്കും, ചിലത് ചുവന്നത്. അങ്ങനെ മുത്തുകളുടെ പവിഴങ്ങളുടെ തുല്യതയില്ലാത്ത മധുരവുമുള്ള എന്തോ ഒരു മരത്തെക്കുറിച്ച് അവർ പറയുന്നു. കാരണം അറേബ്യൻ നാടുകളിലുള്ളതാണല്ലോ ഈത്തപ്പന. അത് കാണാത്ത ആളുകൾക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈത്തപ്പനയുടെ പോരിശകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് എഴുതി എന്നൊക്കെ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. കാരണം ഈത്തപ്പന എന്നുള്ളത്, അത് ഈത്തപ്പനയും അതിലെ പഴവും പ്രത്യേക ഷറഫുള്ളതാണ്, ഇതിന് മഹത്വമുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകളും രോഗശമനമടക്കമുള്ള കണ്ണീർ, സിഹ്ർ പോലെയുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് വരെ മനുഷ്യന് പ്രൊട്ടക്ഷൻ നൽകുന്ന രൂപത്തിലുള്ള ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈത്തപ്പഴത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. 12-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ ഹബ്ബു, ധാന്യങ്ങളും, ദുൽ ആസ്ഫി, വൈക്കോലുള്ള. അസ്ഫ് എന്ന് പറഞ്ഞാൽ വൈക്കോൽ. ഒരു വിളവ്
കൊയ്തെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് അവശേഷിക്കുന്ന ഉണങ്ങിയ അതിനാണ് അസ്ഫ് എന്ന് പറയാം. അല്ലെങ്കിൽ ധാന്യമുണ്ടാകുന്ന ചെടിയുടെ ആദ്യ ഇലകൾ, അതാണ് അസ്ഫ്. അതാണ് നമ്മൾ വൈക്കോലായിട്ട് ഉപയോഗിക്കുന്നത്. വൽ ഹബ്ബുൽ അസ്ഫ്, അത് അരിയും ഗോതമ്പുമൊക്കെ. അപ്പോൾ ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്ത വലിയ നിഅമത്താണ്. വർ റൈഹാൻ, റൈഹാൻ എന്ന് പറഞ്ഞാൽ സുഗന്ധ ചെടികൾ. അതോടൊപ്പം റിസ്ഖിന് റൈഹാൻ, റിസ്ഖിന് എല്ലാതരം ഭക്ഷണ പദാർത്ഥങ്ങൾക്കും റൈഹാൻ എന്ന് അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇബ്നു ജരീർ ത്വബരി റഹിമഹുല്ലാഹ് പറയുന്നത് ഇവിടെ റൈഹാൻ കൊണ്ടുള്ള ഉദ്ദേശം റിസ്ഖ്, മൊത്തത്തിലുള്ള ഭക്ഷണമാണ്. കാരണം ഭക്ഷണം മൊത്തത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അതിനെന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടാവും. ഏത് ഫ്രൂട്ട്സ് എടുത്ത് നോക്കിയാലും അതിനൊരു സ്മെല്ല് കാണാം. ധാന്യങ്ങൾക്കും ചെടികൾക്കുമൊക്കെ അതിൻ്റേതായ ഒരു സ്മെല്ലുണ്ട്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് സുഗന്ധ ചെടികളാണ് ഉദ്ദേശം. കാരണം ഇവിടെ വൈവിധ്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ സുഗന്ധ ചെടികൾ അത് വേറെ തന്നെയാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറയും നമ്മൾ, കുരുമുളകടക്കമുള്ള ഒരുപാട് വസ്തുക്കൾ. ഇതൊക്കെ അള്ളാഹു നമുക്ക് സ്ഥാപിച്ചു തന്നതാണ്. അവിടെ പ്രത്യേകം പറഞ്ഞത് കാണാം, വൽ ഹബ്ബു, ധാന്യങ്ങൾ. ഈ ധാന്യങ്ങളിൽ അരി, ഗോതമ്പ് ഇതൊക്കെ പെടും. അതുകൊണ്ട് തന്നെ അരി മനുഷ്യന് പറ്റൂല, ഗോതമ്പ് മനുഷ്യന് പറ്റൂല, അത് പറ്റൂല, ഇതേ പറ്റൂ എന്നാരും പറയരുത്. അവനവൻ ഇസ്രാഫ് കാണിക്കാതിരുന്നാൽ മാത്രം മതി. തൻ്റെ കുറ്റത്തെ അള്ളാഹുവിൻ്റെ ഭക്ഷണത്തിലേക്ക് ചാർത്തി ഭക്ഷണത്തെ എന്ത് ചെയ്യരുത്, കുറ്റം പറയരുത്. വിഷച്ചെടികളാണെങ്കിൽ ഓക്കെ, ലഹരി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇത് രണ്ടുമില്ലാതെ അള്ളാഹു നമുക്ക് പ്രത്യേക നിഅമത്തായി ഖുർആനിൽ എണ്ണിപ്പറഞ്ഞ വസ്തുക്കളെ നമ്മൾ എന്ത് ചെയ്യരുത്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പാടെ തള്ളിപ്പറയാനോ അതിൻ്റെ കുറ്റം പറയാനോ പാടില്ല. മറിച്ച് അതൊക്കെ ഉപയോഗിക്കുന്നതിലുള്ള മനുഷ്യൻ്റെ കരുതലില്ലായ്മ കൊണ്ടാണ് പല രോഗങ്ങളും അവനുണ്ടാവുന്നത്. അങ്ങനെ രോഗികളായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ചില ഭക്ഷണങ്ങൾ പറ്റൂല. അപ്പോൾ അവിടെ അവർക്ക് ചിലപ്പോൾ നിയന്ത്രിക്കേണ്ടി വരും. അതിന് ഇസ്ലാം എതിരല്ല, പക്ഷേ അത് എല്ലാവർക്കും ബാധകമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം 13-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഫബിഅയ്യി, ഏതൊന്നിനെ കൊണ്ടാണ്, ആലാ, ആലാ എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ, അലൻ, ഇലൻ, അൽവ, ഈ 3 വേർഡുകളിൽ നിന്നാണ് ആല. ഇതിൻ്റെ 3ൻ്റെയും ജംആണ് ആല. അലൻ അനുഗ്രഹം, ഇലൻ അങ്ങനെയും വായനയുണ്ട്, അൽവ് അങ്ങനെയും ഒരു വായനയുണ്ട്. അനുഗ്രഹം എന്നാണ് അർത്ഥം. അതിൻ്റെ ജംആണ് ആല. ഫബിഅയ്യി ആലാഇ, ഇതിൽ ഏത് അനുഗ്രഹങ്ങളെയാണ് റബ്ബിക്കുമാ, നിങ്ങൾ 2 കൂട്ടരുടെയും രക്ഷിതാവിൻ്റെ, തുകദ്ദിബാൻ, നിങ്ങൾ 2 കൂട്ടരും കളവാക്കുന്നത്. കദ്ദബ യുകദ്ദിബു തക്ദീബ. ഇത് മനുഷ്യരോടും ജിന്നുകളോടുമാണ് ചോദിക്കുന്നത്. റബ്ബിക്കുമാ, നിങ്ങൾ 2 കൂട്ടരുടെയും രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ റബ്ബുൽ ജിന്നി വൽ ഇൻസ്, ജിന്നുകളുടെയും മനുഷ്യരുടെയും രക്ഷിതാവ്. ആ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ കളവാക്കുന്നത്? അതിൽ നിന്നെന്ത് മനസ്സിലായി? ഈ പറഞ്ഞ പഴവർഗ്ഗങ്ങളടക്കമുള്ളത് മനുഷ്യൻ മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതിന് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആരും ഉപയോഗിക്കുന്നു? ജിന്നുകളും ഉപയോഗിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ശൈത്താനും ആ ഭക്ഷണം കഴിക്കാൻ കൂടും. ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ പറയും ലാ അശാ അലക്കും, നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണമില്ല, കാരണം ആ വ്യക്തി ബിസ്മില്ലാ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തന്നെ മനുഷ്യരെ പോലെ ജിന്നുകൾക്കും ബാധകമായ അനുഗ്രഹങ്ങളാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെക്കാൾ നന്നായി റദ്ദ് പറഞ്ഞു ജിന്നുകൾ. അവരെന്ത് പറഞ്ഞു? ഇല്ല റബ്ബേ, നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങളിൽ ഒന്നിനെപ്പോലും ഞങ്ങൾ നിഷേധിക്കുന്നില്ല എന്ന് ഓരോ ആയത്തിൻ്റെ ശേഷവും അവർ പറയാനുള്ള കാരണം ഇതൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമുക്കറിയില്ല എന്ന് മാത്രം. നമുക്കറിയില്ല അവരെങ്ങനെയാണത് യൂസ് ചെയ്യുന്നത്, പക്ഷേ അതവർക്ക് കൂടി ഉള്ള അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ മറ്റു ഭാഗങ്ങൾ അടുത്ത ദർസിൽ വിശദീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.